ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ എന്താ ഗാദ്യം നവീനും കൂടെ സംസാരിക്കുന്ന ഞാൻ കേട്ടു. അവർ രണ്ടുപേരും കൂടി പുറത്തു പോവാ. അതിന് നിനക്കെന്ത്? അവര് പുറത്തു പോയാ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്ത് സമാധാനമായ അതെനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റുന്നേ? മിണ്ടിക്കൂടെ നിനക്ക്? മനുഷ്യ പേടിച്ചു പോയല്ലോ. മിണ്ടിലൊക്കെ അവിടെ നിക്കട്ടെ. ഇതെന്താ പരിപാടി? അത് പിന്നെ വൈകുന്നേരത്തിനുള്ളത് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കാനല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്കിവിടെ വെറുതെ ഇരുന്നിട്ട് എന്തോ പോലെ. വെറുതെ ഇരിക്കണമെന്ന് ആരാ പറഞ്ഞ? കുറച്ചു നാളുകൂടി കഴിയട്ടെ. അത് കഴിഞ്ഞ് എല്ലാ പണിയെടുത്തോ. എടുപ്പിക്കും ഞാൻ. എത്ര നേരം ഇനി പോയിട്ട്? അത് പറഞ്ഞ ഭയങ്കര രസമേ. ഇത്രയും നേരം അനിയ സാറിന്റെ കൂടെയായിരുന്നു. അനിയ സാറിന്റെ പ്രോപ്പർട്ടിയിലൊക്കെ പോയി അതിന്റെയൊക്കെ വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങളെ അവിടുന്ന് മാങ്ങയൊക്കെ പറിച്ചു കഴിച്ചു. അനിയ സാറുണ്ടല്ലോ, ദേ എന്റെയും മോളിക്കുട്ടിയുടെ ഒക്കെ കൂടെ നിൽക്കുമ്പോ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാ. ഈ നാട്ടിലെ എത്ര വലിയ ആളാ. ആളെവിടെ വെച്ച് കണ്ടാലും സലാം പറഞ്ഞിട്ടേ പോവുള്ളൂ. എന്നിട്ടാ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കളിയും ചിരിയൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് പോരുമ്പോഴേ വഴിയരികില് ഒരു സ്ഥലത്ത് നിർത്തി. അവിടെ എന്താ വിശേഷം അറിയോ? ഒരു വർക്കിച്ചേട്ടന്റെ കട. എന്റെ അമ്മേ, അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു കപ്പയും മീൻകറിയൊക്കെ വാങ്ങിച്ചു തന്നു. എന്താ ടേസ്റ്റ്! എന്റെ വയറ് നിറഞ്ഞു. ഞാനേ അമ്മയ്ക്ക് വാങ്ങിയാലോ എന്ന് വിചാരിച്ചതാ. പിന്നെ ഗ്യാസ് അല്ലേ, കുഴപ്പാക്കണ്ടെന്ന് കരുതി. ശരി, വയറും മനസ്സുമൊക്കെ നിറഞ്ഞല്ലോ. അല്ല, നീ ഇപ്പൊ അനിയൻ സാറിന്റെ സ്വന്തം ആളായിരിക്കേ? സ്വന്തം ആളായിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചാല് കുറച്ചൊക്കെ. അനിയൻ സാറിനെ ആരും ഇഷ്ടപ്പെട്ടു പോവമ്മേ. എന്തായാലും ഒരു പ്രശ്നത്തിന്ന് എന്നെ രക്ഷിച്ച ആളല്ലേ. അനിയൻ സാറിന്റെ അടുത്തിരിക്കുമ്പോഴേ എന്താ പറയാ, നമ്മുടെ ഒരു രക്ഷിതാവ് കൂടെയുള്ള പോലൊരു തോന്നല. ഏത് നാട്ടിൽ ചെന്നാലും എവിടുന്നേലും കുറച്ച് ആളുകളെ നിന്നെ പ്രാണനെ പോലെ സ്നേഹിക്കാൻ കിട്ടിയിരിക്കും. അല്ല, ഇതെന്ത് സൂത്രമായിട്ട് നീ പ്രയോഗിക്കുന്നേ? അതൊന്നും പറഞ്ഞെന്നാ ശരിയാവില്ല. പിന്നെ അമ്മ ഇങ്ങനെ ഓരോരുത്തരെ സ്നേഹിക്കാൻ ഇറങ്ങില്ലേ? എനിക്കിനിയിപ്പോ ഓരോരുത്തരെ സ്നേഹിക്കാനൊന്നും നേരമില്ലേ. അയ്യോ, അമ്മ ഈ അനിൽ സാറിനെ കണ്ടിട്ടില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാനും അനിൽ സാറും കൂടി ഒരു സെൽഫി എടുത്തിട്ടുണ്ട്. കാണിച്ചു തരട്ടെ? കാണട്ടെ. കൺമുന്നിൽ ചെന്നിട്ട് ആളെ ഒന്ന് കാണാതെ തിരിച്ചു പോന്നതല്ലേ, കാണട്ടെ. ദാ ഇതെന്താ, ഇതിലൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ അമ്മേ, തിരക്കിനിടയിൽ ഒന്നും നോക്കാൻ പറ്റിയില്ല. വെയില് ചതിച്ചു. ശരി, കുഴപ്പമില്ല. ഇനി അനിയ സാറിനെ കാണുമ്പോ നല്ല വൃത്തിയായിട്ടൊരു ഫോട്ടോ എടുത്തേക്കാം. അമ്മയെ കാണിക്കാനാണെന്ന് പറഞ്ഞു തന്നെ എടുത്തേക്കാം. എന്താ പോരെ? ആയിക്കോട്ടെ. അതെ, ദേ ഇങ്ങോട്ടേക്കൊന്ന് മാറി. ഇനിയുള്ള കാര്യങ്ങള് ഞാൻ നോക്കിക്കോളാം. അതിവിടെ ഇരുന്ന് കണ്ടാ മതി. എടി, കയ്യും നനക്കാൻ വേണ്ടി ഞാൻ എന്തേലും ഒന്ന് ചെയ്യട്ടെ? ഒരു കാര്യം ചെയ്യാം. ഇനി മുതല് ഞാൻ വരുമ്പോ കുറച്ച് കപ്പലണ്ടി ഒക്കെ വാങ്ങിച്ചോണ്ട് വരാം. അത് കുറച്ചോണ്ടിരുന്നോ, കയ്യൊക്കെ അനങ്ങിക്കോളും. ട്യൂസ്ഡേ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു മാറ്റവും വരരുത്. ഓക്കെ? നവീൻ, എന്താ? നവീൻ ഫ്രീ ആണോ? കാര്യം പറയും. ഫ്രീ ആണെങ്കിൽ അത് പറ. ഓക്കെ, ഫ്രീ ആകാം. എങ്കിലും നമുക്ക് ഒന്ന് പുറത്തു പോയാലോ? എവിടെ? എവിടെയായാലും എനിക്ക് കുഴപ്പമില്ല. കുറച്ച് ട്രാവൽ ചെയ്യാം, കുറച്ച് ഫ്രഷ് എയർ ആവാം. ഇവിടെ നിന്നാ മതി, ഫ്രഷ് എയർ ഒക്കെ കിട്ടും. അങ്ങനെയൊന്നും അല്ല, നമ്മള് രണ്ടാളും മാത്രമായിട്ട് ഇങ്ങനെ കുറെ നേരം സംസാരിച്ചു പോവാം. ഇടയിൽ എവിടെയെങ്കിലും കയറി ഫുഡൊക്കെ കഴിക്കാം.
പിന്നെ അലയാം. പണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന പോലെ. ഓ, പേടിയാണെങ്കി വേണ്ട. എന്ത് പേടിക്കാനായിട്ട്? അല്ല, എന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പേടിയുണ്ടാവുമല്ലോ. ഞാനിനി പുറത്തു പോയിട്ട് വയലന്റ് ആവോ, ആളുകളുടെ മുന്നിൽ വെച്ച് അപമര്യാദയായി പെരുമാറോ? അങ്ങനെ ഒരു പേടി ഗാഥാ ശ്രീനിവാസനെ കുറിച്ച് എനിക്കില്ല. കാരണം താനൊരു സൊസൈറ്റിയുടെ നടുവിൽ വളർന്നതാ. അല്ലാതെ അറ്റം പമ്മി ഒതുങ്ങിക്കൂടി ഒരു മുറിയും അവിടുത്തെ കാഴ്ചയായിട്ട് വളർന്നതല്ല. പോകാം. എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാ അത് സ്ട്രെയിറ്റ് ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. നമുക്കിങ്ങോട്ട് തിരിച്ചു പോരാം. അതല്ലാതെ നമ്മുടെ ചില യാത്രകൾ സംഭവിച്ച പോലെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അതിൻ്റെ പേരിൽ എനിക്ക് പുറകെ വരേണ്ടി വരിക. മതി മതി, അതൊക്കെ ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടാവുന്നു. ഓർമ്മിപ്പിക്കണ്ട. അപ്പൊ പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടങ്ങ് ഇറങ്ങാല്ലേ? ഹാ, എപ്പോഴും പറയുന്ന പോലെ ഇന്നത്തെ ദിവസം നമുക്ക് മനോഹരമാക്കാം. ഞാൻ ഓക്കെ. ഇന്ന് നവീൻ നോക്കിക്കോ. ഇന്നത്തെ യാത്രയില് ഞാൻ നവീനെ ഞെട്ടിക്കും. ഞാൻ ഞെട്ടിക്കോളാം. പിന്നെ ട്രിപ്പ് ഓക്കെ ആണെങ്കില് നമുക്ക് ഇന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണമെന്നുണ്ടോ? പിന്നെ നമുക്ക് സിറ്റിയിൽ എവിടെയെങ്കിലും നല്ലൊരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് ഇന്ന് വേണമെങ്കിൽ അവിടെ തങ്ങാം. അത് നമ്മള് പാർക്കിൽ വെച്ച് കണ്ടിട്ട് പുറത്തുപോയ ദിവസം ഇതേ ഐഡിയ ഞാൻ ചോദിച്ചാണല്ലോ. അപ്പോ എന്തായിരുന്നു പരിഭ്രമവും ബഹളമൊക്കെ? അത് പിന്നെ അന്ന് എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. ഇന്നെന്തോ നവീന്റെ കൂടെ കുറച്ചു നേരം തനിച്ചിരിക്കണമെന്ന് തോന്നുക. അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, അപ്പൊ ഇന്നത്തെ പകല് മാത്രമാക്കണ്ട, ഇന്നത്തെ രാത്രി കൂടി മൊത്തത്തില് നമുക്കങ്ങ് ആഘോഷിക്കാം. പെട്ടെന്ന് റെഡി ആയിക്കോ. താങ്ക് യു നവീൻ, താങ്ക് യു. എന്താ ഗാദി നവീനും കൂടെ സംസാരിക്കുന്ന ഞാൻ കേട്ടു. അവർ രണ്ടുപേരും കൂടി പുറത്തു പോവാ. അതിന് നിനക്കെന്ത്? അവര് പുറത്തു പോയാ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്ത് സമാധാനമായ അതെനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റുന്നേ? ഉദയേട്ടനൊരു കാര്യം ചെയ്, അവരുടെ കൂടെ പോ. എങ്ങോട്ട്? അവര് ഭാര്യയും ഭർത്താവും കൂടെ പുറത്തു പോകുമ്പോ ഞാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് വണ്ടി കയറി ഇരിക്കണം. വണ്ടി കേറി ഒപ്പം ഇരിക്കാനല്ല, ഉദയേട്ടൻ അവരുടെ പുറകെ പോയാ മതി. നിനക്ക് വട്ടായോ നിർമ്മലേ? അവര് രണ്ടുപേരും കൂടെ കാറി പോകുമ്പോ ഞാൻ അതിന്റെ പുറകെ ഒന്ന് ഓടണോ? സ്കൂട്ടർ എടുത്ത് പോയാലോ? ശരി, സ്കൂട്ടർ എടുത്ത് പോവാം. എന്നിട്ട് എന്തിനാണ്? അതീ കാര്യമുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം, കേട്ടല്ലോ? ശ്രദ്ധിച്ചു കേൾക്കും, ശ്രദ്ധിച്ചു തന്നെ കേൾക്കും. കാര്യം എനിക്ക് നാട്ടുകാരെ നടുകിട്ടാനുള്ള വകുപ്പാണല്ലോ. ശ്രദ്ധിച്ചു തന്നെ ഞാൻ കേൾക്കും. ഒന്ന് മിണ്ടാതിരിക്കും. ഗാദിക്ക് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഗുളികയില്ലേ, അത് അളവിൽ കൂടുതൽ അകത്ത് ചെന്ന് കഴിഞ്ഞാ എവിടെയായാലും അവള് വയലന്റ് ആവും.